ഹലോ. അങ്ങനെ 2025 വേഗം തന്നെ കടന്നു പോയിട്ടുണ്ടല്ലേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ 2026 എത്തി. കഴിഞ്ഞ ന്യൂ ഇയറിനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഇതിലെന്നാൽ കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നിട്ട് ഇത്തവണ വരാൻ പറ്റാതിരുന്നവരും നാട്ടിലില്ലാത്തവരും നാട്ടിലുണ്ടായിട്ട് സാഹചര്യം കൊണ്ട് വരാൻ പറ്റാതിരുന്നവരും ഒക്കെ ഉണ്ട്. എനിവേ എന്തോ ഇതൊരു കമ്മിറ്റ്മെൻറ്റും കൂടാണല്ലേ, എങ്ങനെയും അവിടെ എത്തിപ്പെടണം അല്ലെ കൂടണം എന്നുള്ളത്. ഇത്തവണ ഞാനും ചെറുതായിട്ടൊന്ന് മടിച്ചു കേട്ടോ, എല്ലാവരും ഇല്ലെങ്കിൽ നമുക്ക് കൂടണമെന്ന്. അപ്പോൾ അതേ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, അടുത്ത വർഷം നമ്മളെല്ലാവരും നാട്ടിലുണ്ടാവുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ ലച്ചു? അപ്പം തന്നെ ഞാൻ ഫ്ലാറ്റായി. 31 ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ എന്തോ മേ ബി എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, മനസ്സ് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഉറപ്പായിട്ടും ഇതിന് പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഭയങ്കര അൺലിമിറ്റഡ് ഫണ്ടെന്നൊക്കെ പറയില്ലേ, എക്സാക്ട്ലി അത് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ആരെങ്കിലുമൊക്കെ എപ്പോഴും ഏറെ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് മാറിയായിട്ട് അവിടെ കുറേ വൃക്ഷങ്ങളും ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മരത്തിൽ കയറണം തോന്നി കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളെല്ലാവരും മണ്ടേ ചെന്നിട്ടുണ്ട്. മാഷ് മാത്രം താഴെയാണ്. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫോട്ടോ? നല്ലതാണോ, ഇഷ്ടമായോ എന്ന് പറയണേ. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കിടങ്ങൂരടുത്തായിട്ട് കാവാലിപ്പുഴ ബീച്ച് എന്നുള്ള പ്ലേസാണ് കേട്ടോ. അത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഫ്ലഡൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ മണൽത്തരി പോലത്തെ മണ്ണ് ഒലിച്ച് വന്ന് അവിടെ ഒരു ബീച്ച് പോലെ ഇങ്ങനെ സെറ്റായതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ, നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഈവനിങ് ഒക്കെ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് വന്ന് ഫുഡൊക്കെ വാങ്ങാൻ പോയി. ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. അതിന് ശേഷമുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം പാട്ടിട്ടൊക്കെ നമ്മൾ കുറച്ചധികം പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് 12 മണിയായപ്പം പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 6ൻ്റെ തീരത്ത് തന്നെ പോയി. നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.